മെമ്പർ ഒരിക്കലും ഞങ്ങളെ പറ്റിക്കില്ല എന്നുള്ള ഒരു തോന്നൽ നമുക്കുണ്ടായി. നമസ്കാരം. നമ്മൾ ഏകദേശം 3 ദിവസം മുമ്പ് ഒരു വാർത്ത ചെയ്തായിരുന്നു. കാരണം വെച്ചാൽ ഒരു SC/ST ഫാമിലി, 2 ഭിന്നശേഷിക്കാരായ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ മടവൂർ പഞ്ചായത്താണ്, കിളിമോന പഞ്ചായത്താണ് കറക്റ്റായിട്ട് അവർ കൊടുത്തത് ഒരു കോൺട്രാക്ടർ പറ്റിച്ചു. കാരണം അവർ നല്ല രീതിയിൽ പറ്റിച്ചു എന്ന് പോയിട്ട് ആ വീട്ടിൽ പോയിട്ട് വാർത്ത ചെയ്യായിരുന്നു. ഇപ്പോൾ അതിൻ്റെ പേരിൽ പ്രതിഷേധം നടക്കുകയാണ്. ഇവിടെ നടക്കുന്നത് കിളിമോന പഞ്ചായത്താണ്. അവരൊക്കെ ഉണ്ട്, ഒന്ന് നോക്കാം നമുക്ക്. ഉപയോഗിക്കുന്ന ഒരു നിലപാടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പഞ്ചായത്തിൽ നടന്നതെന്ന് പറയുന്നത് ഏറ്റവും ക്രൂരമായിട്ടുള്ളൊരു നടപടിയാണ്. ഒരിക്കലും ഞങ്ങളുടെയൊക്കെ പഞ്ചായത്തുകളിൽ തന്നെ നമ്മൾ വീട് മെയിൻ്റനൻസിന് കൊടുക്കുമ്പോൾ 1.5 ലക്ഷം രൂപയ്ക്ക് 75,000 രൂപ ആദ്യം കൊടുക്കുകയും വീണ്ടും ബാക്കി 1.5 ലക്ഷം രൂപയുടെ പണി പൂർത്തിയാക്കിയിട്ടാണ് അവർക്ക് ബാക്കി ഫണ്ട് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ സംഭവിച്ചത് ആകെ, എന്നിട്ട് ഞങ്ങളുടെ പഞ്ചായത്തുകളിൽ നമ്മൾ VO-മാരുടെയും ഓവർസിയുടെയും ആ ഉടമസ്ഥർ ചെന്ന് എത്രയെങ്കിലും തവണ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അവർ വന്ന് വാല്യുവേഷൻ എടുത്ത് എത്ര 2 ലക്ഷം രൂപ വാല്യുവേഷൻ ഉണ്ടെങ്കിൽ മാത്രം 1.5 ലക്ഷം രൂപ കൊടുക്കുന്നത്. അതും കംപ്ലീറ്റ് പണി ചെയ്ത് തീർത്തിട്ട് ടൈൽ ഉൾപ്പെടെ ചെയ്ത് തീർത്താൽ മാത്രമേ നമുക്ക് അത്തരത്തിൽ വാല്യുവേഷൻ തരാൻ വേണ്ടി ആ പഞ്ചായത്തുകളിലുള്ള ഓവർസിയർമാരായിരുന്നാലും ആ ഓവർസിയർ കൊണ്ട് കൊടുക്കുമ്പോൾ ആ റിപ്പോർട്ടിനെ VO അംഗീകരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഈ ഒരു വിഷയം വന്നപ്പോൾ തന്നെ നമ്മൾ വാർത്ത ചെയ്തായിരുന്നു അല്ലേ ഏട്ടാ? നമ്മൾ വന്നായിരുന്നു, വാർത്ത ചെയ്തായിരുന്നു. കാരണം അത് രാഷ്ട്രീയം ഒന്നും നോക്കിയിട്ടില്ല നമ്മൾ ചെയ്യുന്നത്. കാരണം വെച്ചാൽ അങ്ങനൊരു പട്ടികജാതി വിഭാഗപ്പെട്ട ആൾക്കാർക്ക്, അവർക്ക് ഭിന്നശേഷിക്കാരും കൂടെയാണ്. അപ്പോൾ അങ്ങനെ ഒരു വിഷയം വന്നപ്പോഴത്തേക്ക് നമ്മൾ വന്നായിരുന്നു, നമ്മൾ ചെയ്തായിരുന്നു. വലിയ ഉപകാരം. എന്താണ് ഇപ്പോൾ ഈ വിഷയ യഥാർത്ഥത്തിൽ പുറത്തു കൊണ്ടുവന്ന മാധ്യമങ്ങളാണ്. മാധ്യമങ്ങളിലൂടെയാണ് ഞങ്ങൾ ഈ വിഷയം അറിയുന്നത്. സാധാരണഗതിയിൽ മെയിൻ്റനൻസ് വ്യക്തിപരമായി ആ ഗുണഭോക്താക്കൾ ചെയ്യേണ്ടതാണ്. ഇവിടെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ ഗുണഭോക്താക്കളെ മാറ്റി നിർത്തി അവിടുത്തെ പഞ്ചായത്ത് മെമ്പറും ഇവിടുത്തെ വൈസ് പ്രസിഡൻറ്റുമായിട്ടുള്ള, ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റുമായിട്ടുള്ള ശ്രീമതി ഗിരിജ, അവരുടെ ഏറ്റവും അടുത്ത ആളും ഈ പഞ്ചായത്തിലെ തന്നെ താൽക്കാലിക ജീവനക്കാരനായിട്ടുള്ള ഡ്രൈവറും കൂടി ചേർന്ന് ആ വീട് മെയിൻ്റെനൻസ് ചെയ്ത് കൊടുക്കുകയാണ്. സാധാരണഗതിയിൽ വ്യക്തിപരമായ ഒരു വീട് മെയിൻ്റെനൻസ് ചെയ്താൽ നേരത്തെ പഞ്ചായത്ത്, നാവായിക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റാണ് ഈ നിൽക്കുന്നത്. അതുപോലെ ഞങ്ങളുമൊക്കെ പഞ്ചായത്ത് മെമ്പർമാരും ഭാരവാഹികളും ഒക്കെ ആയിരുന്നിട്ടുണ്ട്. നമുക്കറിയാം. അപ്പോൾ വ്യക്തിപരമായി നമ്മൾ ചെയ്ത് ഒരു വീട് മെയിൻ്റെനൻസ് ചെയ്തിട്ട് വന്നാൽ അതിൻ്റെ വാല്യുവേഷൻ എടുക്കുമ്പോൾ ഇപ്പോൾ ഒരു 1.5 ലക്ഷം രൂപയ്ക്ക് വാല്യുവേഷൻ ഉണ്ടെങ്കിൽ ഒരു 1,25,000 രൂപ കൊടുക്കും. എത്രയാണോ കൊണ്ടുവരുന്നത് വാല്യുവേഷൻ വരുന്നത് അതിൽ നിന്ന് കുറച്ച് മാത്രമേ കൊടുക്കൂ. പക്ഷേ ഇവിടെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി, നിങ്ങൾ ആ വീട് പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഒരു 30,000 രൂപ അപ്പുറത്തേക്ക്. എനിക്ക് അതിൽ തോന്നിയൊരു കാര്യം, ഒരു ബില്ല് കൊടുത്തിട്ടുണ്ട്. അതായത് മറ്റേ കട്ടയുടെ മറ്റേ 27,000 രൂപ പണിക്കൂലി ഒക്കെ പറയും, 3 ദിവസം പണിക്കൂലി കാണുന്നത്. ആ ഒരു ബില്ലൊരു ദുരൂഹതയാണ്. ആ ബില്ല് എല്ലാവരും സംഘടിപ്പിച്ചു. ബില്ല് ഉണ്ടാക്കാനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ബില്ലുണ്ടാക്കാൻ പ്രത്യേക പരിജ്ഞാനം കിട്ടിയവരാണ് VO ഓഫീസിൽ ഇരിക്കുന്നത്. ഈ ചേട്ടനൊക്കെയാണ് അന്ന് ഭക്ഷണം കൊണ്ടുവന്നത്. VO ഓഫീസിലൊക്കെ ഇരിക്കുന്ന ആളുകൾ, നമ്മുടെ VO-മാരായിട്ട് ഇരിക്കുന്നവർ, അതുപോലെ ഓവർസിയറായിട്ടൊക്കെ ഇരിക്കുന്ന ആളുകൾ ഈ ബില്ലുണ്ടാക്കാനൊക്കെ പ്രത്യേക പരിജ്ഞാനമുള്ളവരാണ്. സുധീർ കൊണ്ടുവരുന്ന ഏത് ബില്ലും അവർക്ക് പ്രായോഗികമാണ്. ഇപ്പോൾ വ്യക്തിപരമായ ആരെങ്കിലും ബില്ല് കൊണ്ടുവന്നാൽ മാത്രമേ അതിന്റെ പേർക്ക് പരിശോധനയുള്ളൂ. ബ്രിക്സിന് കാര്യം പറഞ്ഞിട്ട് അവർ കട്ട ഉപയോഗിച്ചിട്ടില്ല. അതെ 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 27,000 രൂപ സംതിങ് ബില്ല് വന്നിട്ടുണ്ട്. അത് തന്നെ. പിന്നെ ഓരോരോ കാര്യങ്ങൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എല്ലാവരെയും കാണിച്ചു. ഞങ്ങളിവിടെ വന്നത് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ഈ മെയിൻ്റനൻസിന് പൈസ എങ്ങനെയാണ് കൊടുക്കുന്നത്, അതിൻ്റെ നടപടിക്രമം എന്താ. അപ്പോൾ യാതൊരു സങ്കോചവും ഇല്ലാതെ VO പറയാണ് അത് ഇവിടെ വന്ന ബില്ലുകളെല്ലാം കറക്റ്റാണ്, ഞങ്ങൾ പൈസ കൊടുക്കും. അപ്പൊ ഈ വാല്യുവേഷൻ ഇതെങ്ങനെ വന്നു? വാല്യുവേഷൻ മാത്രം ആൾക്കാര്, ഒരു ഭിന്നശേഷിക്കാരായ ചേച്ചി, അപ്പുറത്തും ചേച്ചിക്ക് നടക്കാൻ വയ്യ, ഇവരൊക്കെ പറ്റിക്കാന്ന് പറഞ്ഞ് നമ്മളെ സഹായിക്കുകയാണ് നോക്കേണ്ടത്. ശക്തമായ സമരം ഉണ്ടാവും ഇതിന്റെ ഭാഗം. ഇതിപ്പോ ഇന്ന് നമ്മളൊരു സൂചനയായിട്ടുള്ള സമരമായിട്ടാണ് ഇന്നിപ്പോ വന്നിട്ടുള്ളത്. ഈ ശക്തമായിട്ടുള്ള സമരം ഈ പഞ്ചായത്തിലുടനീളം ഈ വിഭാഗത്തിലുള്ള മുഴുവൻ ആളുകളെയും രംഗത്തിറക്കിക്കൊണ്ട് കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടെ നടന്നിട്ടുള്ള ഈ പ്രവർത്തനങ്ങളെല്ലാം, ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇനിയിപ്പം വന്ന് പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചു. 2 കാര്യം നോക്കി. ഞാൻ ആദ്യം പഞ്ചായത്തിന്റെ കാര്യങ്ങൾ കേട്ടു. പക്ഷെ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പുള്ളിയുടെ അടുത്ത് ഇത് ഇല്ല, ബില്ലും എല്ലാം കാര്യങ്ങളുണ്ട്, പുള്ളി സാങ്ഷൻ ചെയ്തു. പക്ഷെ ഞാനത് ആ ബില്ല് കണ്ടപ്പോഴത്തേക്കാണ് ഈ ഞെട്ടിപ്പോയത്. കാരണം വെച്ചാൽ ഇതിനകത്ത് ഒരു വിഷയമുള്ളതെന്ന് പറഞ്ഞാൽ ഈ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഗിരിജ എന്ന് പറയുന്ന വ്യക്തി ഒരു സംവരണ വാർഡിലൂടെ ജയിച്ചൊരു വ്യക്തിയാണ്.
അപ്പോൾ സ്വന്തം സമുദായത്തിൽ തന്നെ വഞ്ചിക്കുന്ന രീതിയിലാണ് ഈ. അപ്പോൾ വളരെ നിസ്വരം നിരാലംബരമായിട്ടുള്ള ഒരു കൂട്ടം ജനതയാണ് അവിടെ നിങ്ങൾ കണ്ടതാണല്ലോ. അപ്പോൾ അവർ അവിടെ താമസിക്കുന്നത്. അപ്പോൾ അവരുടെ ചോദിക്കാനായിട്ട് ആരുമില്ല. ഈ വിഭാഗത്തെ സഹായിക്കാനായിട്ടുള്ള ബാധ്യത ഉള്ള ഒരു ജനപ്രതിനിധിയാണ് ഇങ്ങനെ ഈ രീതിയിലുള്ള അഴിമതി നടത്തിയിരിക്കുന്നത്. അഴിമതി ഇത് ജനപ്രതിനിധി നിലയിൽ മാത്രമുള്ള അഴിമതിയല്ല, ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ ഞാനും ജില്ലാ പ്രസിഡന്റും ബന്ധപ്പെട്ട നമ്മുടെ ഏരിയ പ്രസിഡന്റ് സഖാവ് തുളസി സാറും കൂടെ വന്ന സമയത്ത് ഒന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ ഏരിയയുടെ ട്രഷറുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളന്ന് വന്ന് സംസാരിച്ചപ്പോൾ ഈ വിഒ യാതൊരു സങ്കോചമില്ലാതെ പറയുകയാണ്, എൻ്റെ മുമ്പിൽ ആ ബില്ല് വന്നു, ഞാൻ ആ ചെക്ക് കൊടുത്തു, ഞാനത് പരിശോധിച്ചു. അപ്പോൾ അത് വളരെ അതൊരു ഗൂഢാലോചനയാണ്. വന്നതല്ലേ? അതെ അതെ അതെ. അന്ന് സംസാരിച്ചല്ലേ? ഞാൻ ഒന്നല്ലേ അവിടെ? ഇത് വാസ്തവം തന്നെയല്ലേ? വാസ്തവം ഞാൻ വന്ന് കണ്ടാണ് വന്നത്. സാറ് വന്ന് കണ്ടതല്ലേ? ആ മെമ്പർ നമുക്കിത് നല്ല രീതിക്ക് ഈ പണി ചെയ്ത് തന്നായിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങില്ലായിരുന്നല്ലോ. ഈ പഞ്ചായത്തിന് ഓഫീസിൽ വന്നല്ലേ ഈ സാറിന്റെ അടുത്ത്, ഈ മെമ്പറിന്റെ അടുത്ത് ഞങ്ങൾ അത് വന്നൊന്ന് നോക്കി ഒന്നും അത് പൂർത്തിയായില്ല എന്ന് പറഞ്ഞിട്ട് ഈ മെമ്പർ എന്തുകൊണ്ട് വന്നില്ല? ചേച്ചിയുടെ വീട്ടിൽ ഒരാളുണ്ടല്ലോ കാല് വയ്യാത്ത ചേച്ചി ഉണ്ടല്ലേ? ഇതാണ് ആ വ്യക്തി, ഇതാണ് ആ ഗുണഭോക്താവ്, ഇതാണ് രണ്ടാമത് ചന്ദ്രൻ എന്ന ഗുണഭോക്താവ് രജനി. ഇവർ രണ്ടുമാണ്. ഞാൻ പോയി കണ്ടായിരുന്നു. അപ്പോൾ ഇവരെ ഇത്രയും ഈ രീതിയിൽ ഒരു ഭിന്നശേഷിക്കാരിയായിട്ടുള്ള ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട നിസ്വരം നിരാലംബരമായിട്ടുള്ള ഇവരെ പറ്റിക്കാന്ന് പറയുമ്പോഴത് ഇതൊരിക്കലും അംഗീകരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. ഇതിൽ കൃത്യമായിട്ടുള്ള നിയമ നടപടിയും ഇതുപോലെ ഈ ഉദ്യോഗസ്ഥന്മാരെ ഇവിടെ വെച്ചുറപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെങ്കിൽ ശക്തമായ സമരം PKS പട്ടികജാതി ക്ഷേമ സമിതി നിലയിൽ ശക്തമായ സമരം നടത്തും. അതിൽ യാതൊരുവിധ മുന്നോട്ട് കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അതെ അതാണ്. പക്ഷേ അന്നേ ഈ മെമ്പർ മാന്യമായിട്ടുള്ളത് ചെയ്തെങ്കിൽ നമ്മള് അല്ല, എനിക്ക് അഭിനന്ദിക്കാനുള്ള ചേട്ടൻ ഭക്ഷണമൊക്കെ ഇവരെല്ലാം നമ്മുടെ സഹോദരങ്ങളാണ്. നമ്മൾ പട്ടികജാതി ക്ഷേമ സമിതി എന്ന് പറയുന്നത് നമ്മുടെ പട്ടികജാതിക്കാരെല്ലാം നമ്മുടെ സഹോദരങ്ങളാണ്. എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്. പക്ഷെ പ്രത്യേകിച്ച് നമ്മുടെ ഈ സമൂഹം എന്ന് പറയുന്നത് അവർ ആരും ചോദിക്കാൻ പറയാനോ ആളില്ല. എൻ്റെ അടുത്ത് പറഞ്ഞു എഴുതാനും വായിക്കാനും അറിയത്തില്ല. വിദ്യാഭ്യാസം ആക്കുവല്ലേ, നമ്മളൊക്കെ പറ്റിച്ചത്. അപ്പം ഇവർക്ക് അറിയാം എന്താണ് അവരോട് പറഞ്ഞ് എങ്ങനെയാണ് ഈ ചെക്ക് വാങ്ങിച്ചുകൊണ്ട് പോയെന്നുള്ള കുറിച്ചൊക്കെ അവർക്കറിയാം. അവരെ ഭീഷണിപ്പെടുത്തിയാണ് ആ ചെക്ക് വാങ്ങിച്ചത്. ഞാൻ കണ്ടായിരുന്നു അവിടെ നിങ്ങളുടെ മേൽക്കൂര മാത്രം ഇട്ടിട്ട്. എന്താ പറ? ആ ബാങ്കിൽ നിന്ന് പൈസ എടുത്ത് ആ കെട്ടോടെ മേടിച്ചോണ്ട് വന്നിട്ട് ഇവർ ആ പൈസ മൂന്നാമത്തെ നിന്ന് ഒരുത്തനെ കൊണ്ടാണ് മേടിച്ചോണ്ട് പോണത്. തന്നെ വിളിച്ചത്. എന്നിട്ട് എന്റെ കൂടെ പറഞ്ഞ് പെട്ടെന്ന് പൈസ എടുത്തോണ്ട് വരാൻ, അവരെ പോയി പൈസ ബാങ്കിൽ വന്നിരിക്കുന്നു, അത് പെട്ടെന്ന് എടുത്തോണ്ട് വരാൻ പറയാന്ന് പറഞ്ഞു. അങ്ങനെയാണ് എന്റെ ചേച്ചിയുടെ ഭർത്താവ് എന്റെ അനിയത്തിയും കൂടെ ബാങ്കിൽ പോണത്. ബാങ്കിൽ പോയി ആ പൈസ എടുത്തോണ്ട് വന്നു. എന്നിട്ട് അവര് ചോദിച്ചു ഈ വീട് പണിഞ്ഞ ആളെന്തിയെന്ന് വെച്ച്. അന്നേരം പറഞ്ഞ ഇയാൾ ഏതോ സ്ഥലത്ത് നിൽക്കുന്നു. മെമ്പർ പറഞ്ഞ ഒരു മരിപ്പ് വീട്ടിൽ നിൽക്കുന്നെന്ന് പറഞ്ഞു. മെമ്പർ എന്നാൽ നമ്മളെ ഈ പഞ്ചായത്ത് തൊഴിലുറപ്പ് കുഴി കെട്ടുന്ന സ്ഥലത്ത് നിൽക്കുകയാണ് ചെയ്തത്. പക്ഷെ എന്നിട്ട് മെമ്പർ വന്നില്ല. എന്നിട്ട് ഇവർ ഈ പാവങ്ങൾ പോയി പൈസ എടുത്തോണ്ട് വന്ന്. ശരി, ഇതിൽ ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നുമില്ല. കാരണം വെച്ചാൽ ഞാൻ പോയി വാർത്ത ചെയ്ത സംഭവമാണ് കാണിച്ചത്. ഞാൻ അവിടെ പോയി കണ്ടതാണ്. പറ്റിക്കപ്പെടുന്ന കുറേ ജനതയുണ്ട്. അത് ജാതിയും മതവും രാഷ്ട്രീയം നോക്കുന്നില്ല അല്ലേ? അർഹതപ്പെട്ട കാശ് ഈ മെമ്പർ തെറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാ ഞങ്ങളെ വീട്ടിൽ ഒത്തുതീർപ്പിന് ആളിനെ പറഞ്ഞു വിടുന്ന? എന്തിന് വന്ന് ഇന്നലെ 2-3 ദിവസം കൊണ്ട് അവർ ഒത്തുതീർപ്പ് പറയാൻ വീട്ടിൽ വരുവാണ്. എന്തിന് ആ മെമ്പർ തെറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിന് ഈ മെമ്പർ ഞങ്ങളെ വീട്ടിൽ ഇറങ്ങി കയറുന്ന? എന്തിനും ഒത്തുതീർപ്പിന്? അന്ന് ഈ മെമ്പറിന്റെ കാല് കൊടുത്തിട്ട് ഈ മെമ്പർ എന്തുകൊണ്ട് അന്ന് ഈ പണി വന്ന് വൃത്തിയാക്കി ചെയ്ത് തന്നിട്ടില്ല? നിങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇത് ഇത്ര കാശാവുള്ളത്? സാറേ, നമുക്ക് അറിയത്തില്ല. ആ മെമ്പറിനെ വിശ്വസിച്ച് കൊടുത്തുപോയി. അവരും ഞങ്ങളെ പോലെ ഒരു ഹരിജനമല്ലേ. അപ്പോൾ ആ മെമ്പർ ഒരിക്കലും ഞങ്ങളെ പറ്റിക്കില്ല എന്നുള്ള ഒരു തോന്നൽ നമുക്കുണ്ടായി. വേടര വീട്ടിൽ വന്ന് ഈ വോട്ട് ചോദിക്കാൻ വരുമ്പോ ഇവര് നാണം കേട് കാണിക്കും. ജാതി തന്നെ പറഞ്ഞു ഈ ജാതി ഈ മെമ്പർ ഈ വേല കാണിച്ചത്. പക്ഷെ ആ മെമ്പറിന്റെ ഉള്ളവരായിരുന്നെങ്കിൽ ഈ മെമ്പർ ഇങ്ങനെ കാണിക്കുമായിരുന്ന
വോട്ട് വേണം. ഈ വോട്ട് സമയത്തിന് ഇവരുടെ വീട്ടിലോട്ട് എന്തിനാ ഇവര് വരുന്നത്? നമ്മൾ ഈ പാവങ്ങളെ ജയിപ്പിച്ച് വിട്ട് നമുക്കൊരു വിശ്വാസം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ വോട്ട് ചെയ്ത് വോട്ട് കൊടുക്കണതേ ഞങ്ങൾ ചെയ്തു. അല്ലെങ്കിൽ നമ്മള് ജനക്കത്തോടെ സഹായത്തിന് ചേട്ടാ ഈ ജാതിയും മതം എതിരാണ് ഞാൻ പറയുന്നുള്ളൂ. ഈ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും എതിരാണ് നമ്മൾ എനിക്ക് നന്മ വേണ്ടി നമ്മൾ ചെയ്യുന്ന മാധ്യമപ്രവർത്തന ധർമ്മം തന്നെ അതാണ്. ധർമ്മം ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അതിനിടയ്ക്ക് ജാതിയൊക്കെ പറയുന്നുണ്ട്, അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. ജാതി മതമൊന്നുമില്ല, രാഷ്ട്രീയമൊന്നുമില്ല, ജനങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ചെയ്യാനുണ്ട്. എന്തായാലും ഇവർക്ക് നീതി ലഭിക്കട്ടെ. ഡിസ്പേസിലുണ്ട് ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീത്ത് മാരാർ സൈനിക.